ഹായ്, സെമസ്റ്റർ 2 ബികോം BBA ഓണേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാം ഭാഗം സെക്ഷൻ ബി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 2 ബികോം BBA ഓണേഴ്സ് വിദ്യാർത്ഥികളുടെ AEC അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ ബി. ഈ സെക്ഷനിൽ ഉള്ളത് 5 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ഓർക്കണം, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാം. അങ്ങനെയെങ്കിൽ 24 മാർക്കും കിട്ടും. നമുക്ക് നോക്കാം അല്ലേ? ദാ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 1. While rituals create a sense of identity and strengthen community bonds, they can also lead to the loss of human lives through barbaric practices. Evaluate this statement in the context of Shirley Jackson's story, The Lottery. ആചാരങ്ങൾ ഒരു സ്വത്വബോധം സൃഷ്ടിക്കുകയും സമൂഹ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവ ക്രൂരമായ ആചാരങ്ങളിലൂടെ മനുഷ്യജീവിതം നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചേക്കാം. ഷെർലി ജാക്സന്റെ ദ ലോട്ടറി എന്ന കഥയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവനയെ ഒന്ന് വിലയിരുത്താമോ എന്നാണ് ചോദ്യം. Take a look at the answer. Rituals in the lottery create a sense of identity and unity among the villagers, but they also perpetuate violence and dehumanization. The lottery എന്ന കഥയിലെ ആചാരങ്ങൾ ഗ്രാമീണർക്കിടയിൽ ഒരു സ്വത്വബോധവും ഐക്യവും സൃഷ്ടിക്കുന്നു. എന്നാൽ അവ അക്രമവും മനുഷ്യരാഹിത്യവും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. The lottery is a barbaric practice. Still, it is accepted as a necessary tradition for the community's survival. ലോട്ടറി ഒരു ക്രൂരമായ ആചാരമാണ്. എന്നിരുന്നാലും സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു പാരമ്പര്യമായി ഇത് അംഗീകരിക്കപ്പെടുന്നു. ജാക്സൺ tells us how such practices rooted in blind conformity can lead to the loss of human lives. അന്ധമായ അനുഷ്ഠാനത്തിൽ വേരൂന്നിയ അത്തരം ആചാരങ്ങൾ മനുഷ്യജീവിതം നഷ്ടപ്പെടുന്നതിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് ജാക്സൺ നമ്മോട് പറയുന്നു. The villagers are willing to stone one of their own. ഓർക്കണം, ഗ്രാമവാസികൾ അവരിൽ തന്നെ സ്വന്തം ഒരാളെ കല്ലെറിയാൻ തയ്യാറാണ്. It reflects the dangers of prioritizing tradition over morality. ഇത് പ്രതിഫലിപ്പിക്കുന്നത് ധാർമ്മികതയേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്നതിൻ്റെ അപകടങ്ങളെയാണ്. This duality shows how rituals can strengthen bonds while simultaneously enabling cruelty. ആചാരങ്ങൾ എങ്ങനെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അതേസമയം ക്രൂരതയ്ക്ക് വഴിയൊരുക്കുമെന്നും ഈ ദ്വന്ദ്വത നമുക്ക് കാണിച്ചു തരുന്നു. ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ ഓൺ കൾച്ചറൽ പ്രാക്ടീസസ്. സാംസ്കാരിക ആചാരങ്ങളെക്കുറിച്ചുള്ള വളരെ വിമർശനാത്മകമായ ഒരു ചിന്തയുടെ ആവശ്യമാണ് ഇത് ഊന്നിപ്പറയുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഐറിസ് ഡിമെൻസ് പ്രൊട്ടസ്റ്റ് സോങ് The Wasteland of the Free mourns the suffering of the poor and the corruption within the corporate world. Briefly elaborate how the recent reports of employee suicides due to workplace stress can be linked to the themes of the protest song. Iris Dementinte The Wasteland of the Free എന്ന പ്രതിഷേധ ഗാനം ദരിദ്രരുടെ കഷ്ടപ്പാടുകളെയും കോർപ്പറേറ്റ് ലോകത്തിനുള്ളിലെ അഴിമതിയെയും വിലപിക്കുന്നു. ജോലിസ്ഥലത്തെ സമ്മർദ്ദം മൂലമുള്ള ജീവനക്കാരുടെ ആത്മഹത്യകളെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകൾ ഈ പ്രതിഷേധ ഗാനത്തിന്റെ പ്രമേയങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് വളരെ ചുരുക്കി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. Take a look at the answer. Iris Demen's Wasteland of the Free criticizes corporate greed and exploitation. ഇപ്പറഞ്ഞ ഈ ഗാനം കോർപ്പറേറ്റ് ലോകത്തിന്റെ അത്യാഗ്രഹത്തെയും ചൂഷണത്തെയും വളരെ രൂക്ഷമായി വിമർശിക്കുന്നു.
It highlights how CEOs prioritize profits over workers' well-being. നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികളിലെ സിഇഒമാർ തൊഴിലാളികളുടെ ക്ഷേമത്തേക്കാൾ ലാഭത്തിന് എങ്ങനെ മുൻഗണന നൽകുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ദ സോങ് വാൺസ് ഓഫ് ഹാർഷ് വർക്ക് പ്ലേസസ് വെയർ എക്സസീവ് വർക്ക് ലോഡ്സ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് ടോക്സിക് എൻവയോൺമെന്റ്സ് പുഷ് എംപ്ലോയീസ് ടു ദെയർ ലിമിറ്റ്സ്. അമിത ജോലിഭാരം, ജോലിക്കാർക്ക് ആവശ്യമായ പിന്തുണയുടെ അഭാവം, വിഷലിപ്തമായ അന്തരീക്ഷം എന്നിവ ജീവനക്കാരെ അവരുടെ കഴിവുകളുടെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും അതിർവരമ്പുകളിലേക്ക് തള്ളിവിടുന്ന കഠിനമായ ജോലിസ്ഥലങ്ങളെക്കുറിച്ച് ഈ ഗാനം മുന്നറിയിപ്പ് നൽകുന്നു. This message reflects real life tragedies where workplace stress leads to serious mental health problems and even suicides. ജോലിസ്ഥലത്തെ സമ്മർദ്ദം ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും പോലും നയിക്കുന്ന യഥാർത്ഥ ജീവിത ദുരന്തങ്ങളെപ്പറ്റിയാണ് ഈ സന്ദേശം ഉറക്കെ ചിന്തിക്കുന്നത്. Such incidents reveal the moral decline in corporate culture where profit is valued over people. ആളുകളെക്കാൾ കൂടുതൽ ലാഭത്തിന് വില കൽപ്പിക്കപ്പെടുന്ന കോർപ്പറേറ്റ് സംസ്കാരത്തിലെ ധാർമ്മിക തകർച്ചയെയാണ് ഇത്തരം സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഡീമൻസ് ലിറിക്സ് സെർവ് ആസ് എ പവർഫുൾ റിമൈൻഡർ ഓഫ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് അൺചെക്ഡ് കോർപ്പറേറ്റ് പവർ. അനിയന്ത്രിതമായ കോർപ്പറേറ്റ് ശക്തി, അതിനിടയിൽ പൊലിഞ്ഞു പോകുന്ന മനുഷ്യജീവനുകൾ, ഇതിൻ്റെയൊക്കെ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഡിമെന്റിന്റെ ഈ വരികൾ നിലകൊള്ളുന്നു. നൗ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 3. Has the advancement of audio-based technologies reduced the importance of reading? Discuss the argument in the light of Shashi Tharoor's essay you have studied. ഓഡിയോ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ പുരോഗതി വായനയുടെ പ്രാധാന്യം കുറച്ചു കളഞ്ഞോ? നിങ്ങൾ പഠിച്ച ശശി തരൂറിന്റെ ഉപന്യാസത്തിന്റെ വെളിച്ചത്തിൽ ഈ വാദം ഒന്ന് ചുരുക്കി ചർച്ച ചെയ്യാമോ എന്നാണ് ചോദ്യം. Take a look at the answer. The advancement of audio-based technologies like audio books has not reduced the importance of reading. ഓഡിയോ ബുക്കുകൾ പോലുള്ള ഓഡിയോ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ പുരോഗതി വായനയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. They offer an incomplete alternative. അവ അപൂർണമായ ഒരു ബദൽ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഓഡിയോ ബുക്സ് make content accessible, but they lack the depth, critical engagement and interpretative interaction of traditional reading. ഓഡിയോ ബുക്കുകൾ ഉള്ളടക്കം നമുക്ക് ലഭ്യമാക്കി തരുന്നുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ പരമ്പരാഗത വായനയുടെ ആഴം, വിമർശനാത്മകമായ ഇടപെടൽ, വ്യാഖ്യാനപരമായ സംവാദം എന്നിവ ഈ പറഞ്ഞ സംഗതിയിൽ ഇല്ല. റീഡിംഗ് ഫോസ്റ്റേഴ്സ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. ഭാവന, സർഗാത്മകത, വൈകാരിക വളർച്ച എന്നിവ വളർത്തുന്നു നമ്മുടെ വായന. ഇറ്റ് ഓൾസോ നർച്ചേഴ്സ് സ്കിൽസ് ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ്, ക്വാളിറ്റീസ് ഓഡിയോ ബുക്സ് കനോട്ട് റെപ്ലിക്കേറ്റ്. വിമർശനാത്മക ചിന്ത, വിശകലനം തുടങ്ങിയ കഴിവുകളും നമ്മുടെ വായന പരിപോഷിപ്പിക്കുന്നു. ഓർക്കണം, ഓഡിയോ ബുക്കുകൾക്ക് ഇപ്പറഞ്ഞ ഗുണങ്ങൾ ഒരിക്കലും പകർത്താൻ കഴിയില്ല. In an era of misinformation and fake news, reading equips individuals to discern truth. തെറ്റായ വിവരങ്ങളുടെയും വ്യാജ വാർത്തകളുടെയും ഒരു യുഗത്തിൽ സത്യം തിരിച്ചറിയാൻ വായന വ്യക്തികളെ സജ്ജമാക്കുന്നു. Thus, reading becomes indispensable for understanding modern complexities. അങ്ങനെ ആധുനിക സങ്കീർണതകൾ മനസ്സിലാക്കുന്നതിന് വായന അനിവാര്യമായി തീരുന്നു. Audio technologies complement reading, but they cannot replace its transformative power. ഓഡിയോ സാങ്കേതിക വിദ്യകൾ വായനയെ പൂരകമാക്കുന്നു, പക്ഷേ അവയ്ക്ക് അതിൻ്റെ പരിവർത്തന ശക്തി ഒരിക്കലും മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. വായനയ്ക്ക് പകരമാവില്ല ഓഡിയോ. ഇറ്റ് അണ്ടർസ്കോർസ് എൻഡ്യൂറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് റീഡിംഗ്. വായനയുടെ എക്കാലവും നിലനിൽക്കുന്ന പ്രാധാന്യത്തെ ഇത് അടിവരയിട്ട് പറയുന്നു. Now, take a look at paragraph question number 4. How have
unconditional love and compassion contributed to Forrest Gump's ability to find peace with the world. Examine the impact of these qualities in his life. ലോകവുമായി സമാധാനം കണ്ടെത്താനുള്ള ഫോറസ്റ്റ് ഗംപിന്റെ കഴിവിനെ നിരുപാധികമായ സ്നേഹവും അനുകമ്പയും എങ്ങനെ സഹായിച്ചു? എന്ത് സംഭാവനയാണ് നൽകിയത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ നൽകിയ സ്വാധീനം ഒന്ന് പരിശോധിക്കാമോ എന്നാണ് ചോദ്യം. ഫോറസ്റ്റ് ഗംസ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് കമ്പാഷൻ ഷേപ്പ് ഹിസ് എബിലിറ്റി ടു ഫൈൻഡ് പീസ് വിത്ത് ദ വേൾഡ് ഡെസ്പൈറ്റ് ചാലഞ്ചസ്. വെല്ലുവിളികൾക്കിടയിലും ലോകവുമായി സമാധാനം കണ്ടെത്താനുള്ള ഫോറസ്റ്റ് ഗംപിന്റെ കഴിവിനെ അദ്ദേഹത്തിന്റെ നിരുപാധികമായ സ്നേഹവും അനുകമ്പയും രൂപപ്പെടുത്തുന്നു. ഹി ലവ്സ് ജെന്നി ഹോൾഹാർട്ടഡ്ലി, നെവർ എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. പൂർണ്ണ ഹൃദയത്തോടെ അദ്ദേഹം ജെന്നിയെ സ്നേഹിക്കുന്നു, തിരിച്ചൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാതെ. ഹിസ് കൈൻഡ്നസ് എക്സ്റ്റെൻഡ്സ് ടു ഫ്രണ്ട്സ് ലൈക്ക് ബബ ആൻഡ് ലെഫ്റ്റനന്റ് ഡാൻ, ഓഫറിംഗ് സപ്പോർട്ട് വിതൗട്ട് ജഡ്ജ്മെന്റ്. അദ്ദേഹത്തിന്റെ ദയ, അതായത് സ്നേഹം, തന്റെ സുഹൃത്തുക്കളായ ബബ്ബ, ലെഫ്റ്റനന്റ് ഡാൻ തുടങ്ങിയവരിലേക്ക് വ്യാപിക്കുന്നു. നിർലോഭമായ പിന്തുണ അദ്ദേഹം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഹോൾഡിംഗ് ഗ്രഡ്ജസ്, ഫോറസ്റ്റ് ഫൊർഗീവ്സ് ആൻഡ് ഹെൽപ്സ് അതേഴ്സ്. മറ്റുള്ളവരോട് മനസ്സിൽ പക സൂക്ഷിക്കുന്നതിന് പകരം അവരോട് ക്ഷമിക്കുകയും അവരെ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ബ്രിങ്സ് ഹിം ഇന്നർ പീസ്. ഹിസ് സെൽഫ്ലെസ്നെസ് ഏൺസ് ഹിം മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് ആൻഡ് സക്സസ്. അത് അദ്ദേഹത്തിന് ഒത്തിരി മനസ്സമാധാനം നൽകുന്നു. അർത്ഥവത്തായ ഒരുപാട് ബന്ധങ്ങളും വിജയവും അത് അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നു. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ലവ് ആൻഡ് കൈൻഡ്നസ് ഔട്ട്വെയ് ഇന്റലിജൻസ് ഓർ സ്റ്റേറ്റസ്. ബുദ്ധിശക്തി, പദവി തുടങ്ങിയ സംഗതികളെ പിന്നിലാക്കുന്ന സംഭവമാണ് ഈ സ്നേഹം, ദയ എന്നൊക്കെ പറയുന്ന സാധനം എന്ന് ഇത് തെളിയിക്കുന്നു. ഫോറസ്റ്റ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ബൈ എംബ്രേസിംഗ് ലൈഫ് വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്. തുറന്ന ഹൃദയത്തോടെ ജീവിതത്തെ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഫോറസ്റ്റ് സന്തോഷം കണ്ടെത്തുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ട്രൂ പീസ് കംസ് ഫ്രം കെയറിംഗ് ഫോർ അതേഴ്സ് വിതൗട്ട് എക്സ്പെക്ടിംഗ് റിവാർഡ്സ് ഓർ റെക്കഗ്നിഷൻ. പ്രതിഫലമോ അംഗീകാരമോ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ പരിപാലിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സമാധാനം കൈവരുന്നതെന്ന് ഇത് കാണിക്കുന്നു. Now friends, take a look at the last question of section B. The advent of AI-based chatbots has made writing easier. Elaborate on this statement with insights from Sundar Pichai's opening speech that you have listened to. AI അധിഷ്ഠിത ചാറ്റ് ബോട്ടുകളുടെ വരവ് നമ്മുടെയൊക്കെ എഴുത്ത് വളരെ വളരെ എളുപ്പമാക്കി. സുന്ദർ പിച്ചായിയുടെ നിങ്ങൾ കേട്ടിട്ടുള്ള ആ പ്രസംഗത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ച് ഈ പ്രസ്താവനയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. AI based chatbots and generative AI tools like Google's Help Me Write are revolutionizing writing by automating text generation and refinement. AI അധിഷ്ഠിത ചാറ്റ് ബോട്ടുകളും ഗൂഗിളിന്റെ ഹെൽപ്പ് മീ റൈറ്റ് പോലുള്ള ജനറേറ്റീവ് AI ഉപകരണങ്ങളും എഴുത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ടെക്സ്റ്റ് ജനറേഷനും ടെക്സ്റ്റ് പരിഷ്കരണവും ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട്. ആസ് സുന്ദർ പിച്ചായി ഹൈലൈറ്റഡ്, Gmail's AI-powered tools assist users in composing professional emails effortlessly. നമ്മുടെ സുന്ദർ പിച്ചായി എടുത്തു പറയുന്നത് പോലെ പ്രൊഫഷണൽ ഇമെയിലുകൾ എളുപ്പത്തിൽ എഴുതുന്നതിൽ ജിമെയിലിൻ്റെ AI പവർ ടൂളുകൾ നമ്മളെയൊക്കെ വളരെ സഹായിക്കുന്നു. AI ചാറ്റ്ബോട്ട്സ് ഓൾസോ ഇംപ്രൂവ് കോഡ് ഡീബഗിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ആസ് സീൻ വിത്ത് Palm 2's ability to recognize and correct programming errors. പ്രോഗ്രാമിംഗ് പിശകുകൾ തിരിച്ചറിയാനും ശരിയാക്കാനുമുള്ള പാം 2വിന്റെ കഴിവിൽ കാണപ്പെടുന്നത് പോലെ AI ചാറ്റ്ബോട്ടുകൾ കോഡ് ഡീബഗിങ്ങും വിവർത്തനവും വളരെ മെച്ചപ്പെടുത്തുന്നു. They also add explanatory comments in different languages. വ്യത്യസ്ത ഭാഷകളിൽ അവ വിശദീകരണത്തോടെയുള്ള അഭിപ്രായങ്ങളും ചേർക്കുന്നു. These innovations
significantly enhance productivity by reducing the time and effort required for writing. എഴുത്തിന് ആവശ്യമായ സമയവും പരിശ്രമവും കുറയ്ക്കുന്നതിലൂടെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉൽപാദനക്ഷമതയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വെദർ ഇൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, content creation, or software development, AI-driven writing tools are making text generation more accessible and efficient. പ്രൊഫഷണൽ ആശയവിനിമയത്തിലായാലും ഉള്ളടക്ക സൃഷ്ടിയിലായാലും സോഫ്റ്റ്വെയർ വികസനത്തിലായാലും AI അധിഷ്ഠിത എഴുത്തുപകരണങ്ങൾ ടെക്സ്റ്റ് ജനറേഷൻ നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാവുന്നതും കാര്യക്ഷമമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ മെച്ചം. ഇതാണ് 24 മാർക്കിൻ്റെ സെക്ഷൻ ബി. ഇനി ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവശേഷിക്കുന്നത് സെക്ഷൻ സി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വെൽ ഫ്രണ്ട്സ്, താങ്ക് യു for watching this video. I'll see you soon with another video. Until then, bye bye.